നമുക്ക് തന്നെ അറിയുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും, അരളിപ്പൂവ് കഴിച്ചിട്ട് കുറച്ച് മരണങ്ങൾ നമുക്കിടയിലുണ്ടായി. അതുപോലെ തന്നെ നമുക്കറിയാം ഒതളങ്ങ എന്ന് പറയുന്നത് അത് പോയ്സണസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയുന്ന കാര്യം, ഇപ്പോൾ ഇരുമ്പാമ്പുളി ഒരു റീസെൻ്റ്ലി എത്രയോ സ്റ്റഡീസ് നടന്നതാണ്. ഇരുമ്പാമ്പുളി കൂടുതലായിട്ട് കഴിച്ച് ആളുകൾക്ക് റീനൽ ഫെയിലിയറിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സംഗതികളാണ് ഇതൊക്കെ. പക്ഷേ പ്രകൃതിദത്തമാണ് എന്ന് പറഞ്ഞ് അതൊരു പരിധിക്ക് കൂടുതൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള പല രാസവസ്തുക്കളും നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രകൃതിദത്തം തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ കഞ്ചാവും അതെ അതെ, കഞ്ചാവും പ്രകൃതിദത്തമാണ്. അത് സേഫ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള രാസവസ്തു, ഈ കെമിക്കൽ എന്ന് പറയുന്ന ഒരു വാക്കിനോട് അനാവശ്യമായിട്ടുള്ള പേടിയുടെ ആവശ്യമില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ, ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു പ്രശ്നമാണ്, ഒരു പാരസെറ്റമോൾ കൊടുത്താൽ പോലും അച്ഛനമ്മമാർക്ക് പേടിയാണ്. നമ്മളോട് ആദ്യം ചോദിക്കുക, ഡോക്ടറെ ഇത് നമുക്ക് ഇത്ര ഡോസിൽ കൊടുക്കാൻ പറ്റുമോ, ഇത് ലിവറിന് പ്രശ്നം ഉണ്ടാക്കില്ലേ, ഇത് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കില്ലേ. അപ്പോൾ പലപ്പോഴും ഈ വേറെ പല വിഭാഗങ്ങളും ഈ ഒരു പേടിയെ മുതലെടുക്കുന്നുണ്ട്. ബേസിക്കലി അവർ പറയുന്നത് നമ്മുടെ മരുന്നുകളെല്ലാം, മോഡേൺ മെഡിസിൻ മരുന്നുകളെല്ലാം സൈഡ് ഇഫക്റ്റ് ഉള്ളതാണ്, ഞങ്ങളുടെ മരുന്നുകൾക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമുക്ക് ന്യൂട്ടൻ്റെ ചലന നിയമം മാത്രം മതി ഇതിനൊരു ഉത്തരമായിട്ട്. കാരണം അങ്ങോട്ടൊരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ട്. അപ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, എഫക്റ്റും ഇല്ല, അത്രയേ ഉള്ളൂ. എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് സൈഡ് എഫക്റ്റും ഉണ്ടായിരിക്കും.